മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണ്. നമുക്ക് പഠിക്കാനുള്ള അഫീൽ എക്സാമിനേഷന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 11ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് 5ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററാണ് പരിയിലടുക്കി. ഓക്കെ, ഇത് പെൺമാലാക എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് സാറിന് വന്നിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, SSLCയുടെ പബ്ലിക് എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ബാച്ചുകളിൽ. ഓക്കെ, റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിൻ്റെ പ്രത്യേകിച്ച് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, പിന്നീട് നമ്മൾ പറയുന്നത് നോക്ക്, എല്ലാ ചാപ്റ്ററും അപ്പോൾ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ എന്നാണ്. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ആദ്യം മുതലാണ് റിവിഷൻ കിട്ടാൻ പോകുന്നത്. ഓക്കെ, പിന്നീട് ഇതിൽ നമ്മൾ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സുകളൊക്കെ നമുക്ക് സ്ലൈഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതൊരു ചാപ്റ്ററിലെയും മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനെതിരെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ ലേൺ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ള, അതുപോലെ തന്നെ മൈൻഡ് മാപ്പ് ഉണ്ടാവുന്നു, പോൾ അറ്റാക്ക് ഉണ്ടാവുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 1828 രൂപയ്ക്ക് മാത്രമാണ്. എല്ലാ വിഷയങ്ങളിലും A+ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് ഫുൾ മാർക്കോടുകൂടി പാസ്സായിട്ട് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ SSLCയെക്കുറിച്ച് എല്ലാ ചാപ്റ്ററുകളെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവൂ, സബ്ജക്റ്റിൽ കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ഈ സമയത്ത് 1828 രൂപയ്ക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളെ ബാച്ച് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എൻ ഗെയിമിൽ ജോയിൻ ചെയ്യുക, ഗംഭീരമായിട്ട് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, പിന്നെ കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അടുത്ത വർഷം SSLC ഒക്കെ പാസ്സായതിനു ശേഷം, SSLC നല്ല മാർക്കൊക്കെ കിട്ടി നിങ്ങൾ പാസ്സായതിനു ശേഷം സൈലത്തിൻ്റെ കേരളത്തിലുള്ള ഗംഭീരമായ കേരളത്തിലുള്ള സ്കൂളുകളിലൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് +1 +2 നീറ്റ് JEE ഓറിയൻറ്റഡ് +1 +2 സ്കൂളിൽ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ നിങ്ങൾ ഫുൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസംബർ 7 നമുക്ക് ഒരു നെക്സ്റ്റ് എക്സാം നടക്കുന്നുണ്ട്. ഓക്കെ, സ്കോളർഷിപ്പ് എക്സാം. ആ സ്കോളർഷിപ്പ് ലഭ്യമാകുന്ന കുട്ടിക്ക് 100% സ്കൂളിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. അതിനുവേണ്ടി ഇതിൽ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ തന്നെ. ഓക്കെ, ഇനി നമുക്ക് പരിയിലടുക്കി എന്ന് പറഞ്ഞ പാടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഏത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒന്ന് അമ്മയുണ്ട്, പിന്നെ ഒന്ന് ഹർമൻ ഉണ്ട്, പിന്നെ സഹോദരങ്ങളുണ്ട്, പിന്നെ പരിയിലടുക്കിയ റോമയുണ്ട് അല്ലേ, പിന്നെ ഹർമൻ്റെ സുഹൃത്ത്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പാഠത്തിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം, ചരിത്രപ്ര ടിപ്പണി ലിഖേ എന്ന് പറയുന്നത് നമ്മളോട് ചോദിക്കുന്നത് പ്രധാനമായിട്ട് 2 പേരാണ്. ഒന്ന് ഹർമനെക്കുറിച്ചും റോമയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ് ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അത് ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹർമനെക്കുറിച്ചുള്ള ചരിത്രത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നോക്കുന്നത്. ശ്രദ്ധിക്കും മക്കളെ, നോക്കൂ, ശ്രദ്ധിച്ചോളൂ. ഹർമൻ പരിയിലടുക്കി കഹാനിക്ക മുഖ്യ പാത്രഹെ. പരിയിലടുക്കി എന്ന് പറഞ്ഞ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഹർമൻ. ഓക്കെ, 11 साल की उम्र में 11 വയസ്സിന്റെ പ്രായമായപ്പോൾ ഉസേ അവന് ജബർദസ്തി നിർബന്ധപൂർവം അപ്പനെ ബഡേ ഭായിയോ കെ സാത്ത്, അവൻ്റെ വലിയ ചേട്ടന്മാരുടെ കൂടെ കൈദി ശിവർമയും എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാരുടെ യുദ്ധ തടവുകാരായിട്ട്, ഓക്കെ, കൈദി ശിവർമയും തടവറയിൽ ബേജാ ജാത്ത ഹേ, അവന് അയക്കപ്പെടുന്നു ചേട്ടന്മാരുടെ കൂടെ. വഹാ വ അപ്പനി മാം കോ യാദ് കർത്തേ, അവൻ അവിടെ വെച്ച് തൻ്റെ അമ്മയെ ഓർക്കുന്നു. അമ്മയെ സഹോദരങ്ങളെ കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ നിന്ന് അമ്മയെ വേറെ സെക്ഷനിലേക്ക് മാറ്റുന്നു. പിന്നെ സഹോദരങ്ങളുടെ കൂടെ അവൻ പോകുന്നു. അവൻ സഹോദരങ്ങൾ ചെറിയ കുട്ടിയാണെങ്കിലും ഹൈറ്റ് കൂടുതലാണെന്നുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളുടെ സെക്ഷനിലേക്ക്, പുരുഷന്മാരുടെ സെക്ഷനിലേക്ക് അവന് പോകേണ്ടി വരുന്നത്. അവൻ അങ്ങനെ അമ്മയെ വല്ലാതെ ഓർക്കുന്നു. ഓക്കെ, എന്നിട്ട് മാം കോ യാദ് കർത്തേ രോത്താഹെ, കരയുന്നു. ഓർ ഖടി മെഹനത് കർത്തായി, അവസാനം അവിടെ വലിയ കഷ്ടപ്പാടുകൾ, വലിയ ആളുകളുടെ കൂടെ ജോലി ചെയ്യേണ്ടി വരുന്നു. काम से उनके हाथों में ജോലികൾ ചെയ്തിട്ട് ഉൻകെ ഹാത്തോ മേ ഖൂൻ ആ ജാത്ത ഹേ, രക്തമൊലിക്കുന്നു. ആ പയ്യൻ്റെ ചെറിയ പ്രായമുള്ള 11 വയസ്സുള്ള പയ്യൻ കഠിനമായ ജോലികൾ വലിയവർ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഫിസിക്കലായിട്ട് അവനെ സംബന്ധിച്ചോളം മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് അവൻ എന്താണ്, വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ അവന് വലിയ കൈകളിൽ നിന്നൊക്കെ ഖൂൻ ആ ജാത്ത ഹേ, രക്തം വരുന്നു. ഓർ ഉസേ രാത്മേ, അവന് രാത്രിയിൽ കേവൽ സൂപ്പ് മിൽത്താ ഹേ, ആ കുട്ടിയായ അവന് നോക്കൂ, 11 വയസ്സ്, അവന് രാത്രി കിട്ടുന്ന സൂപ്പാണ് കഴിക്കാൻ കിട്ടുന്നത്. ശിവിർമേം കാം കർത്തേ സമയ, മാത്രമല്ല തടവറയിൽ കാം കർത്തേ സമയ, ഇങ്ങനെ ജോലി ചെയ്തപ്പോൾ അപ്പനെ ഗർ, അവൻ തൻ്റെ വീടിനെക്കുറിച്ചും ഓർ മാം കെ ഹാത്ത് ക, അമ്മ ഉണ്ടാക്കി തരുന്ന ഖാന യാദ് കർത്തേ, അമ്മ ഈ സൂപ്പ് വെള്ളം കുടിക്കുന്ന സമയത്ത് അമ്മ വീട്ടിലുണ്ടാക്കി തരുന്ന മനോഹരമായ ഏറ്റവും ടേസ്റ്റബിളായ ഭക്ഷണത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ഏക്ക് രാത്ത്, ഒരു ദിവസം രാത്രിയിൽ അപ്പനി മാം കോ, അവൻ തൻ്റെ അമ്മയെ സ്വപ്നമേ ദിക്തായ, സ്വപ്നത്തിൽ കാണുന്നു. തടവറയിൽ നിന്ന് 2 വിഭാഗമായിട്ട് സ്ത്രീകളെ വേറെയും പുരുഷന്മാരെ വേറെ ആക്കി മാറ്റിയതിനു ശേഷം പിന്നെ അവൻ അമ്മയെ കണ്ടിട്ടില്ല.
ജോ കാത്തിയെ ആ അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് അവനോട് പറയുന്നു കി എന്തെന്നാൽ ഏക് പരി ഉസേ ബച്ചായെങ്കിൽ മോനെ ഏക് പരി ഒരു മാലാക വന്നിട്ട് ഉസേ ബച്ചായെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുമെന്ന് അവനോട് പറയുന്നു. 2 ദിൻ ബാദ് കറക്റ്റ് 2 ദിവസത്തിന് ശേഷം ഏക് ലഡ്കി സേ മിൽത്താ ഹേ അവൻ തടവറയിൽ വേലികൾ കെട്ടിയിട്ടുണ്ട്. ആ വേലിക്ക് അപ്പുറത്തൊരു മാലാഖയെ അവൻ കാണുന്നു. ജോ ഉസേ രോജ് ഏക് സേബ് ഫേങ്ക് കർ ദേത്തി ഹേ ജോ അവളാട്ടെ ഉസേ ഇവന് രോജ് ഡെയിലി ഏക് സേബ് ഒരു ആപ്പിൾ ഫേങ്ക് കർ ദേത്തി ദൂരേന്ന് പറിച്ചെറിഞ്ഞു കൊടുക്കും. യുദ്ധ കെ ബാദ് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ യുദ്ധ കെ ബാദ് യുദ്ധത്തിന് ശേഷം ഹർമൻ അപ്പനെ ഭായിയോ കെ സാത്ത് അവൻ തൻ്റെ സഹോദരങ്ങളുടെ കൂടെ ഇംഗ്ലണ്ട് ചല ജാത്ത ഹേ അവൻ്റെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. ഇത് ജർമ്മനിയിലാണ്. ജഹാം അതീത് ക കൈദി അവൻ അവിടെ ചെന്നപ്പോൾ അതീത് ക ഭൂതകാലത്തിലെ കൈദി ബനാരത്തെ ഭൂതകാലത്തിലെ തടവുകാരനായിട്ട് വീണ്ടും അങ്ങനെ മാനസികമായി അവൻ ഒരു തടവുകാരനെ പോലെ അങ്ങനെ ജീവിച്ചു. ജബ് ജവാൻ ഒത്തായെ പിന്നീട് അവൻ വളർന്ന് യുവാവുന്നതോ തോ അമേരിക്ക ജാത്താ ഹേ അവൻ പഠിച്ച് അതിനുശേഷം നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവൻ അമേരിക്കയിൽ പോകുന്നു. വഹാം എക് ദോസ്ത് അവിടെ വെച്ചിട്ടൊരു സുഹൃത്ത് ഉസേ അവനെ സൽക്കാരത്തിന് ദാവത്ത് എന്ന് പറഞ്ഞാൽ സൽക്കാരത്തിന് ആമന്ത്രിത് കർത്താ ഹേ അവനെ ക്ഷണിക്കുന്നു. ഓർ യഹീം അവിടെ വെച്ചിട്ട് അവൻ അപ്പനി പരിയിലെടുക്കി തൻ്റെ പഴയ തടവറയിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺമാലാക റോമ സെമിൽ താഹെ റോമയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതാണ് ഇതിലാണ് റോമയെ കൂടി കാഴ്ച നടത്തുന്നത്. ഇതാണ് ഹർമൻ്റെ ആ കഥയുമായി ബന്ധപ്പെട്ട ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് മക്കളെ. ഇത് നമ്മൾ പഠിക്കാൻ മറന്നുപോയത്. ഓക്കെ, പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം, അഥവാ അതല്ലെങ്കിൽ റോമ കി ചരിത്ര വിശേഷതാവും പറ്റി പിന്നിലിബി. ഇപ്പം നമ്മൾ ഹർമനെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെങ്കിൽ റോമ. ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിലെ പ്രധാനമായി ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് രണ്ടെണ്ണം. ഓക്കെ, അങ്ങനെയാണ് റോമയെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ മക്കളെ, റോമ നോക്കൂ. ലാരി ബി ഫ്രീഡ്മാനെ ലിഖേ ഹുയെ ലാരി ബി ഫ്രീഡ്മാനെ ലിഖേ ഹുയെ എക് സുന്ദർ കഹാനി ഹെ. ലാരി ബി ഫ്രീഡ്മാൻ എഴുതിയിരിക്കുന്ന വനിത എഴുതിയിരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു കഥയാണ്, സുന്ദരമായ കഹാനിയാണ് പരിയിലടുക്കി പെൺമാലാക എന്ന് പറയുന്നത്. ഈ കഹാനിക്ക് പ്രധാന പാത്രഹേ ഈ കഥയിലൊരു പ്രധാന കഥാപാത്രമാണ്, ഒരുപക്ഷേ ഹർമന് സമാനമായുള്ള കഥാപാത്രമാണ് റോമ. ഒരുപക്ഷേ ഹർമനേക്കാൾ ഈ കഥയിലെ പ്രധാന മർമ്മമായി വരുന്നത് റോമയാണ് അല്ലേ. എന്നിട്ടോ ഉസ്കാ സൗന്ദര്യം, അവളുടെ സൗന്ദര്യം ബാഹരി രൂപസേ ഹി നഹി പുറത്തുനിന്ന് കാണുന്നത് പുറത്തുനിന്ന് കാണാൻ സുന്ദരിയാണ്, അത് മാത്രമല്ല മൻകെ കരുണ അവൾ മനസ്സിലെ കരുണയും ഓർ ബലായിസെ നന്മ കൊണ്ടും പരിപൂർണഹേ പൂർണ്ണവതിയാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ പുറത്ത് സുന്ദരിയാണ്, അതിനേക്കാൾ സുന്ദരമാണ് അവളുടെ കോമളമായ മനസ്സും അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മനസ്സും അവളെ കൂടുതൽ സുന്ദരിയാക്കി മാറ്റുന്നു. ജിന്ദഗിക്ക് കഠിന അവസരവും ജീവിതത്തിൻ്റെ വളരെ പ്രയാസപൂർണമായ അവസരത്തിൽ അവൾ സ്വപ്നവും അവർ പ്രതീക്ഷയോടും കൂടി ജീവൻ ആകെ ബെടുത്തിഹേ എല്ലാ പ്രതിസന്ധി വരുമ്പോഴും അവൾ ഒരു സ്വപ്നം കാണുകയും പ്രതീക്ഷ വെച്ചുകൊണ്ട് അവൾ മുന്നോട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ദൂസരോം കോബി മാത്രമല്ല മറ്റുള്ളവർക്കും അവൾ ആശയും ഓർ സാന്ത്വന ദേത്തിഹേ സമാധാനം നൽകുന്നു. താൻ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല അവൾ അത്തരം ആളുകൾ മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും പ്രതീക്ഷയും സാന്ത്വനം നൽകി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവൾ ജീവിക്കുന്നു, മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നു. കൈദി ഷീർമേ അവൾ തടവറയിൽ വെച്ചിട്ട് സബീ തരേക്ക് എല്ലാ രീതിയിലും വെച്ചിട്ടുള്ള കഠിനായോം സേ പ്രയാസങ്ങൾ കൊണ്ട് മൻകോ മനസ്സിന്, അതായത് അവൾ കൈദി ഷീർമേ തടവറയിൽ എന്ത് ചെയ്യുന്നു, സബീ തരേക്ക് കഠിനായുസ് എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും പെട്ടുപോകുന്ന മൻകോ താക്കത്ത് ഓർ പ്രതീക്ഷ ദേത്തെ ഹുയി മനസ്സിന് ശക്തിയും പ്രതീക്ഷയും നൽകിക്കൊണ്ട് ഹർമൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ജിന്ദഗിക്ക് ഓർ ലേ ജാത്തി തടവറയിൽ എല്ലാ പ്രതിസന്ധിയിലും പെട്ടുപോയ ഒരു പയ്യനെ അവൾ മാനസികമായി ഉത്തേജിപ്പിച്ചിട്ട് അവൾ പ്രതീക്ഷ നൽകിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പ്രയാസ് കെ ബീച്ച് സേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുടെ ഇടയിലൂടെ പഠിച്ചിട്ട് एक നേഴ്സ് ബൻ ജാത്തി അവസാനം അവൾ ഒരു നേഴ്സായി മാറുന്നു. സാലോംബാദ് കുറേ വർഷങ്ങൾക്ക് ശേഷം ജബ് എപ്പോൾ അമേരിക്കയിൽ വെച്ച് ഹർമൻ കോ ദിക്തെ ആ പഴയ തടവറയിലെ ആ പയ്യനായ ഹർമനെ കാണുന്നു. തബ് അപ്പോഴും ഉസ്കെ ആംഖോമേ അവളുടെ കണ്ണിൽ പ്യാർക്ക ആസുബരീതെ ആ സ്നേഹത്തിൻ്റെ കണ്ണിൽ നിറയുന്നുണ്ടായിരുന്നു. അതായത് ഹർമനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ പണ്ടത്തെ ആ തടവറയിലെ പയ്യനാണ് ഇവൻ എന്ന് ഓർത്തപ്പോൾ അവൾ സങ്കടം വന്നുപോയി. കാരണം അന്നത്തെ അവസ്ഥയിൽ അവൻ്റെ ദയനീയമായ അവസ്ഥയായിരുന്നു.
അസ്ലിമി റോമ എക്ക് പരി ലഡ്കി ഹെ. സത്യത്തിൽ റോമ ഒരു പെൺമാലാക തന്നെയാണ്. ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 2 പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ച്. ഇത് നിങ്ങൾ പഠിക്കാതെ പോരുത് മക്കളെ, 4 മാർക്ക് നഷ്ടമാവും. ഓക്കെ, ഇതുപോലെ നമുക്ക് നിരവധിയായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.